യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിനോട് അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചതിൻ്റെ മറുപടി എന്തായിരുന്നു? വന്ന് കാണുക. യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിനോട് കൂടെ താമസിച്ച സമയം ഏതായിരുന്നു? ഏകദേശം 10 മണിക്കൂർ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ആരായിരുന്നു? ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ്. അന്ത്രയോസ് ആദ്യമേ ആരോടാണ് ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞത്? ശിമയോനോട്. ശിമയോനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആരാണ്? അന്ത്രയോസ്. യേശു ശിമയോനെ നോക്കി എന്താണ് പറഞ്ഞത്? നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. യേശു ആരോടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? പീലിപ്പോസിനോട്. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. ആര് ആരോട് പറഞ്ഞു? പീലിപ്പോസ് നഥാനയേലിനോട്. എത്രാം ദിവസമാണ് ഗലീലയിലെ കാനായിൽ വിവാഹവിരുന്ന് നടന്നത്? 3-ാം ദിവസം. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞതെന്ത്? അവർക്ക് വീഞ്ഞില്ല. യേശുവിൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞതെന്ത്? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു? 6. കൽഭരണികളിൽ ഓരോന്നിലും എത്ര അളവ് വെള്ളം കൊള്ളുമായിരുന്നു? 2-3 അളവ്. പരിചാരകരോട് യേശു കൽപ്പിച്ചത് എന്ത്? ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. ആരാണ് വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് അറിയാതിരുന്നത്? കലവറക്കാരൻ. ആരാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം കണ്ട് അവനിൽ വിശ്വസിച്ചത്? അവൻ്റെ ശിഷ്യന്മാർ. കാനായിൽ നിന്ന് യേശു എവിടേക്കാണ് പോയത്? കഫർനാമിലേക്ക്. ജെറുസലേം ദേവാലയത്തിൽ എന്ത് വിൽക്കുന്നവരെയാണ് യേശു കണ്ടത്? കാള, ആട്, പ്രാവ്. യേശു ആരോടാണ് ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ എന്ന് കൽപ്പിച്ചത്? പ്രാവ് വിൽക്കുന്നവരോട്. എവിടെ നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്നാണ് പ്രാവ് വിൽക്കുന്നവരോട് യേശു പറഞ്ഞത്? പിതാവിൻ്റെ ആലയം. ജെറൂസലേം ദേവാലയം എത്ര ദിവസത്തിനകം പുനരുദ്ധരിക്കും എന്നാണ് യേശു പറഞ്ഞത്? 3 ദിവസത്തിനകം. ജെറൂസലേം ദേവാലയം പണിയുവാൻ എത്ര സംവത്സരം എടുത്തു? 46 സംവത്സരം. 3 ദിവസത്തിനകം ദേവാലയം പുനരുദ്ധരിക്കും എന്ന് യേശു പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? തൻ്റെ ശരീരമാവുന്ന ആലയത്തെപ്പറ്റി.